ഇന്നത്തെ വീഡിയോയിൽ സ്വീറ്റ് ഹാർട്ട് ഷേപ്ഡ് ബേബി ഫ്രോക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആണ്. എനിക്ക് ഡയറക്റ്റ് ഫാബ്രിക്കിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും കംഫർട്ടായി തോന്നിയിട്ടുള്ളത് പാറ്റേൺസിൽ ട്രേസ് ചെയ്യാനാണ്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാമല്ലോ. ഞാനിവിടെ എടുക്കുന്ന സൈസ് ഷാർട്ട് എന്ന് പറയുന്നത് 2 to 3 year old കിഡിൻ്റെയാണ്. അപ്പോൾ ഷോൾഡർ മെഷർമെൻറ്റ് വന്നിട്ട് 4.25 ഇഞ്ചാണ്, നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2.25 ഇഞ്ചാണ്, നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ചാണ്. ഞാനിവിടെ 5 ഇഞ്ചാണ് ആം ഹോൾ കൊടുക്കുന്നത്. അതായത് കുട്ടികൾക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഇടാനും ഊരാനുള്ള കംഫർട്ടിനൊക്കെ നല്ലത്. ഇനി ചെസ്റ്റ് സൈസാണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് എടുക്കുക, അതിൻ്റെ 4/1 എടുക്കുക. അപ്പോൾ 5.5 ഇഞ്ചാണ്. അത് ഇൻക്ലൂഡിങ് ഈസും കൂടിയാണ് കേട്ടോ 5.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി ആ ടോപ്പിൻ്റെ ലെങ്ത്താണ്, അതായത് ഷോൾഡർ തൊട്ട് നമുക്ക് എവിടം വരെ വേണമെന്നുള്ളതാണ്. ഞാനൊരു 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യുക. ഈ വരച്ച ലൈനിലായിരിക്കണം നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ 5.25 ഇഞ്ചാണ്. അത് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ സ്വീറ്റ് ഹാർട്ട് ഷേപ്പ് നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് നമ്മുടെ നെക്ക് വിഡ്ത്തിന് താഴത്തോട്ടും ആം ഹോൾ ഡെപ്ത്തിന് മുകളിലോട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പോയിൻറ്റ്സിൽ വേണം നമ്മൾ കണക്ട് ചെയ്താണ് ആ ഷേപ്പ് വരയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് സൈസിൻ്റെ കാൽക്കുലേഷൻ വന്നിട്ട് 2 to 3 year old കിഡിന് 22 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ 22 ഇഞ്ച് എന്ന് പറയുന്നത് അവർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ലൂസും കൂടി വേണമല്ലോ കുട്ടികൾക്ക്. അതും കൂടി ചേർത്താണ് ഞാൻ 22 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 22 ഇഞ്ചിൻ്റെ 4/1 എടുക്കുക. അങ്ങനെയാണ് നമുക്ക് 5.5 ഇഞ്ച് വന്നേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ സ്ട്രാപ്പാണ്, ഞാൻ കെട്ടാണ് ഷോൾഡറിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ഡെപ്ത്ത് വരച്ച ആ പോർഷൻ്റെ അവിടെ ഞാനൊരു ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മളൊരു നോച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഞാൻ ഈ വരച്ചിരിക്കുന്ന നെക്കിൻ്റെ പാറ്റേണിൽ എനിക്ക് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു 1 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പാറ്റേൺസിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ എളുപ്പം, അതായത് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫാബ്രിക്കിൽ ട്രേസ് ചെയ്തിരുന്നെങ്കിൽ അത്രയും ഫാബ്രിക് നമുക്ക് വേസ്റ്റ് ആയേനെ. ഇതാകുമ്പോൾ പിന്നെ പേപ്പറിലല്ലേ, തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് ബോഡീസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ച അത്രയും പോർഷൻ നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പർ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിന് പുറത്ത് നമ്മൾ നേരത്തെ വരച്ച് ഫ്രണ്ട് ബോഡീസിൻ്റെ പാറ്റേൺ വയ്ക്കുക. അത് നമ്മൾ ട്രേസിങ് വീൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ മാത്രം ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ ബാക്കിൽ വരുന്നത്. പിന്നെ ഷോൾഡർ സ്ട്രാപ്പ് വന്ന് കെട്ടുവരികയാണ്. സോ ഈ പോർഷൻ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് ബോഡീസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ് പീസാണ് എടുക്കുന്നത്. കാരണം എൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇച്ചിരി തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം അതിൽ നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിൽ ട്രേസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ളൊരു സൈസ് നമ്മൾ എടുക്കുക. ഞാനിവിടെ 16 ഇഞ്ച് ലെങ്ത്തും 16 ഇഞ്ച് വിഡ്ത്തിലുമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് വന്നിട്ട് 2 മീറ്റർ ഫാബ്രിക്കാണ് മെയിൻ ഫാബ്രിക്. ലൈനിങ് പീസ് വന്നിട്ട് 1.5 മീറ്ററാണ്. ഞാൻ ഈ വരയ്ക്കുന്ന സീം അലവൻസ് ആണ്. അത് നമ്മുടെ സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച് വെച്ച് കൊടുക്കുക. നെക്കിന് 0.5 ഇഞ്ച് കൊടുക്കുക. നമ്മുടെ ആ ഷോൾഡർ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്ന പോയിൻറ്റ്സും നമ്മളവിടെ ഒരു നോച്ച് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ഇങ്ങനെ പാറ്റേൺസ് വെച്ച് ട്രേസ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഫാബ്രിക് വേണം ഇത് ട്രേസ് ചെയ്യാൻ എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം കൂടുതൽ ഫാബ്രിക് നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആവത്തുമില്ല. അങ്ങനെ ലൈനിങ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഞാൻ 4 ഫാബ്രിക് പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 25 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചുമാണ്. അതായത് ഫ്രണ്ട് ബോഡീസിൽ 2 സൈഡിൽ കെട്ട് വരുന്നുണ്ട്, ബാക്കിലും 2 കെട്ട് വരുന്നുണ്ട്. അങ്ങനെ 4 പീസ്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പാടെന്ന് പറയുന്നത് ഇത് തിരിച്ചിടുക എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ചടങ്ങ് തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഫാബ്രിക് എത്രയാണോ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് അത്രയും ലെങ്ത്തിൽ നമ്മളൊരു ത്രെഡ് എടുക്കുക. ആ ത്രെഡ് നമ്മളൊരു ജോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ചുറ്റുമെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ത്രെഡ് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വശം പുറത്തോട്ട് വരും. എനിക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ബുദ്ധിയൊന്നും പോയില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ചെയ്താൽ മതിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മുടെ 4 ഷോൾഡർ സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെയിൻ ഫാബ്രിക് അത്യാവശ്യം തിന്നായതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അതിന് നമ്മുടെ
ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യാൻ വേണ്ടത്തക്ക സൈസിലുള്ള ഒരു ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മെയിൻ ഫാബ്രിക്. അതിനകത്തോട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതേപോലെ വെക്കുക. നമ്മുടെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പോർഷനും നമ്മൾ ഇതേപോലെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ നെക്ക് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി എക്സസ് ആയി വന്ന ഫാബ്രിക് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തിന്നായിട്ടുള്ള ഫാബ്രിക് എല്ലാം നല്ല ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ കോട്ടൺ ഫാബ്രിക്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം ഭയങ്കര ഷിയർ ആയിട്ടുള്ള ഫാബ്രിക്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക്. ഇപ്പം ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈസിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിൽ എന്തുകൊണ്ടും ബെറ്റർ ഇതേപോലെ നമുക്ക് എത്രയാണോ കട്ട് ചെയ്യാൻ വേണ്ട അത്രയും സൈസിലൊരു ഫാബ്രിക് എടുക്കുക. അത് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നമുക്ക് എക്സസ് ആയി വന്ന ഫാബ്രിക്സ് എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ മെയിൻ ഫാബ്രിക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി ഞാൻ ചെയ്യുന്ന നോച്ചസ് കൊടുക്കുകയാണ്. ചെസ്റ്റിന്, അതായത് നമ്മുടെ നെക്ക് പോർഷൻ്റെ അവിടെ നമ്മളിങ്ങനെ നോച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും ആ എക്സാക്റ്റ് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇതിനൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. നെക്ക് പോർഷൻ്റെ അവിടെ മാത്രം ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി ആ സൈഡും കൂടി ഞാനൊന്ന് ചേർത്ത് അടിക്കുന്നുണ്ട്. അതാകുമ്പോൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഒന്നും കൂടി ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസും ട്രേസ് ചെയ്തെടുക്കുക. നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നെക്ക് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത് ഞാൻ. അതായത് ഒരു സൈഡിലോട്ട് 2.25 ഇഞ്ച്, രണ്ട് സൈഡിലോട്ടും 2.25 ഇഞ്ച് വെച്ച് നമുക്ക് ടോട്ടൽ 4.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത് കിട്ടുന്നത്. ആ പോയിൻ്റ് വെച്ചിട്ടാണ് ഞാൻ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എഡ്ജ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക്സ് എല്ലാം കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സൈഡും എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസും മെയിൻ പീസും തമ്മിൽ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെയ്യുന്നത് നമ്മൾ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കത്തില്ലേ ഫ്രോക്സിനൊക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 22 ഇഞ്ചാണ്, വിഡ്ത്ത് 3 ഇഞ്ചിലുമാണ് എടുത്തേക്കുന്നത്. അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളത് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എല്ലാ സൈഡിലും നമ്മളൊരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ കിട്ടും. അങ്ങനെ നമ്മുടെ 2 കെട്ടും റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്തപ്പം ഹെം പോർഷനിൽ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിരുന്നു. ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഈ കെട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ എന്താ പറ്റുക, കെട്ടകത്തായി പോകും. സോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ചേർത്തടിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല വശവും അകത്തിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം കാണും അല്ലേ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നല്ല സൈഡിൽ ഒരു 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വേണ്ട ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. നമുക്ക് വേണ്ടത് 11 ഇഞ്ചാണ്. ഇവിടെ സീം അലവൻസ് ഉൾപ്പെടെ 12 ഇഞ്ചുണ്ട്. അപ്പോൾ 2 സൈഡിലോട്ടും നമ്മൾ ഹാഫ് ഇഞ്ച് മാറ്റിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ തയ്യൽ തുമ്പും കാണത്തില്ല. ഇൻ്റർലോക്കിംഗ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടം പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 ലെയറാണ് മെയിൻ ഫാബ്രിക്കിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ലൈനിങ് വരുന്നുണ്ട്. അപ്പം ബോട്ടം പാർട്ടിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ ഹൈറ്റാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇൻക്ലൂഡിങ് സീം അലവൻസ് 14.5 ഇഞ്ചാണ് കൊടുക്കുന്നത് ബോട്ടം പാർട്ടിന്. ടോട്ടൽ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഷോൾഡർ തൊട്ട് നീ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന പാർട്ടാണ് അത്രയും കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്കങ്ങനെ വിഡ്ത്ത് വന്നിട്ട് 3 ഇരട്ടി എടുക്കുമ്പോൾ ടോട്ടൽ നമുക്ക് 65 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ഇതേപോലെ ലൈനിങ് പീസ് എടുക്കുക. ലൈനിങ് പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നിന്നും 1 ഇഞ്ച് കുറച്ചെടുക്കുക. അതാകുമ്പോൾ 13.5 ഇഞ്ച്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഇരട്ടി എടുക്കുക. എനിക്ക് അത്രയും തികയാഞ്ഞുകൊണ്ട് ഞാൻ 2 ലൈനിങ് പീസും തമ്മിൽ ജോയിൻ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ.
ഇപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, താഴെ ഇച്ചിരി ഫ്രില്ലി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ലൂസ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ലൈനിങ്ങിനും മെയിൻ ഫാബ്രിക്കിനും ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ ഫാബ്രിക് എന്നൊന്ന് അത്യാവശ്യം തിന്നാണ്. അപ്പം ഒരു ഫാബ്രിക് മാത്രം വന്നു കഴിഞ്ഞാൽ അത്ര രസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ 2 ലെയറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് തന്നെ 2 ലെയർ ഉണ്ടാകും. അതിന് ശേഷമായിരിക്കും നമ്മുടെ ലൈനിങ് പീസ് വരുന്നത്. സോ അങ്ങനെ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട്, അതിലോട്ട് നമ്മൾ ഈ ടോട്ടൽ ലെങ്ത്തിനെ പുള്ള് ചെയ്ത് ഒരു ത്രെഡ് ഇട്ട് വലിച്ച് നമുക്ക് വേണ്ട റിക്വയർഡ് ലെങ്ത്തിലോട്ട് ആക്കിയെടുക്കുക. അപ്പം നമുക്ക് വേണ്ടത് 23 ഇഞ്ചാണ്. ഈ 23 ഇഞ്ച് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ്. ശരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 സൈഡും നമുക്ക് മടക്കി അടിക്കണമല്ലോ, ചേർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ 3 ഫാബ്രിക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഫ്രിൽസ് വിട്ടു പോവാണ്ടിരിക്കാനായിട്ട് ഞാൻ അതിന് പുറത്തൂടെ വെച്ച് ഒരു നോർമൽ ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് പീസിനും കൊടുക്കുക, നമ്മുടെ മെയിൻ ഫാബ്രിക്കിനും അങ്ങനെ കൊടുക്കുക. സോ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 2 സൈഡും തമ്മിൽ ചേർത്തടിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് 2 എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും ഇതേപോലെ നമ്മൾ ചേർത്തടിക്കുക. അതിനുശേഷം നമ്മളിത് 3ഉം കൂടി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗമാണല്ലോ മുകളിൽ വരുന്നത്, അവിടെ വെച്ച് നമ്മൾ ചേർത്ത് അറ്റാച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ടോപ്പ് പാർട്ടിലോട്ടും വെച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടും നമ്മൾ ഒത്തിരി ഹെവി വർക്ക്സൊക്കെ കൊടുക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് മിനിമലായിട്ട് നല്ല നീറ്റായിട്ട് കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരെ കാണാനും ഭയങ്കര ഭംഗിയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.